ഭൈരവ മീഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഗുളികൻ എന്ന ഗ്രഹം നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നൽകുന്നത്? അതായത് സൂര്യൻ്റേതായ പുത്രൻ ശനി, ശനിപുത്രൻ ഗുളികൻ എന്നാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഗുളികന് വളരെയധികം പ്രാധാന്യമുണ്ട് ഓരോ ജാതകത്തിലെയും നിയന്ത്രണങ്ങൾക്ക്. ഗുളികൻ ബാധയെ കാട്ടിത്തരും, ദൈവത്തെയൊക്കെ കാട്ടിത്തരും. അത് ഏതൊരവസ്ഥയിൽ, ഏതൊരു ഭാവത്തിൽ നിൽക്കുന്നുവോ, ഏത് നക്ഷത്രങ്ങളിൽ നിൽക്കുന്നുവോ അതിൻ്റേതായ ഒരു പ്രഭാവം ഓരോ വ്യക്തിക്കും പ്രാധാന്യമർഹിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഗുണകരം തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ. കൃത്യമായിട്ടും ഒരു ഭാവത്തിനും ലഗ്നത്തിൽ നിന്നും തുടങ്ങി ഓരോ ഭാവത്തിലേക്കും എത്തുമ്പോൾ അത് എന്ത് രീതിയിലുള്ള പ്രസൻസ് നിങ്ങൾക്ക് നൽകുന്നു, ജീവിതത്തിൽ എത്രത്തോളം കഷ്ടതകൾക്ക് ഈ ഗുളികൻ കാരണമാകുന്നു, എത്രത്തോളം നന്മയ്ക്ക് കാരണമാകുന്നുവെന്ന് തിരിച്ചറിയണം. ഈ ഒരു പ്രോസസ്സ് അറിഞ്ഞാൽ മാത്രമാണ് ഓരോരുത്തർക്കും ജീവിതത്തിൽ മുന്നിലേക്ക് വരാൻ കഴിയുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു ജാതകത്തിൽ ലഗ്നത്തിൽ തന്നെ ഗുളികൻ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ രാജയോഗം എന്നൊക്കെ തന്നെ പറയാറുണ്ട്. അതായത് ഇരിക്കുന്ന നാട്ടിൽ, സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയി അയാൾ വിജയിച്ചു വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ എപ്പോഴും അങ്ങനെ ഒരു സാഹചര്യത്തെ കണക്കാക്കാൻ കഴിയില്ല. നിലവിലും ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയില്ലെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ നിന്നാലും നമുക്ക് അതിൻ്റെതായ ഒരു പ്രഭാവത്തെ കണ്ടെത്താനൊക്കെ കഴിയും എന്നുള്ള ഒരു സത്യം കൂടി മനസ്സിലാക്കണം. പക്ഷേ ഗുളികൻ എപ്പോഴും നമുക്ക് ആ ഒരു പ്രോസസ്സ് നൽകില്ല. അയാൾക്ക് വളരെയധികം കഴിവുകളെ പ്രദാനം ചെയ്യും. എന്നാൽ നാട്ടിൽ അയാൾക്ക് ആ കഴിവുകളെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. വിദേശത്ത് യോഗം കൊടുക്കുന്ന ഒരു ഇത് തന്നെയാണ് ലഗ്നത്തിൽ ഗുളികൻ തനിച്ച് നിൽക്കുക എന്നുള്ളത്. ലഗ്നത്തിലെ ഗുളികൻ്റേതായ ഒരു പ്രവർത്തനം എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങളെടുക്കുന്ന എഫേർട്ടുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. മറ്റുള്ളവർക്കായിരിക്കും അതിൻ്റേതായ ഉപകാരവും ഫലവും ലഭിക്കുക. എത്രത്തോളം ധനം നിങ്ങൾ ശേഖരിച്ചാലും ശരി, അത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമായിരിക്കും ആ പണവും ആ ഒരു അധ്വാനവും ഉപകരിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നവർ വിദേശത്ത് പോയാൽ ഒരു 5 വർഷക്കാലം സ്വന്തം അധ്വാനത്തെ കൊടുത്ത് സ്വന്തം സമ്പാദ്യമായി അതിനെ ശേഖരിച്ച് വയ്ക്കുകയും പിന്നീട് അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ 100% അതിനെ രാജയോഗമെന്ന് തന്നെയായിരിക്കും പറയുക. കാരണം ആ പണം സൂക്ഷിച്ച് വയ്ക്കാൻ നമുക്കുള്ള കഴിവ് ഉണ്ടെങ്കിൽ 100% നിങ്ങൾ വലിയ തോതിലുള്ള ഒരു പണക്കാരനായി തന്നെ മാറുകയും ചെയ്യും. അതേപോലെ തന്നെ ഗുളികൻ ലഗ്നത്തിൻ്റേതായ കണക്കിലേക്ക് കണക്കെടുക്കുമ്പോൾ നമുക്ക് മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങളും തല സംബന്ധപ്പെട്ട രീതിയിൽ എപ്പോഴും പ്രശ്നങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും വിധത്തിൽ എവിടെയെങ്കിലും തട്ടിയാലും തല മുറിഞ്ഞു പോവുക, അല്ലെങ്കിൽ തലയ്ക്ക് പൊട്ടലുണ്ടാവുക, ഏതെങ്കിലും രീതി തല സംബന്ധപ്പെട്ട ഇടത്ത് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്കൊരു ഉയർന്ന പദവി പ്രോസസ്സ് ചെയ്യില്ല. കാരണം ഒരു അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിലായിരിക്കും നിങ്ങളിരിക്കുക. അടുത്ത ഒരു പൊസിഷൻ, റാങ്ക് ഒക്കെ കണക്കിലെടുത്തിരിക്കുന്ന വേളയിൽ 100% ഗുളികൻ അവിടെ തടസ്സം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അതായത് എന്തെങ്കിലും വിധത്തിലൊരു ചീത്തപ്പേര് അവിടെ കൊണ്ടുവരികയും നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുകയും അടുത്ത പൊസിഷനിലേക്ക് കടക്കാൻ സഹായകരമായി ഇരിക്കാതിരിക്കുകയും ഗുളികൻ ചെയ്യും. അത് നമുക്ക് മാനസികമായ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും. ലഗ്നത്തിലെ ഗുളികൻ നമുക്ക് ഉയർന്ന പഠനമൊക്കെ പഠിക്കാനൊക്കെ ആഗ്രഹിച്ചാൽ അതിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തടസ്സത്തെയൊക്കെ ഉണ്ടാക്കിത്തരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്ന ജാതകം ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആർക്കെങ്കിലും തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഓപ്പറേഷൻ, സർജറിയൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആവുകയും അത് ചെയ്യുകയും ചെയ്യും. നിസ്സാരമായിട്ടെങ്കിലും ഒരു കാര്യം അവിടെ വരികയും ആ സർജറിക്ക് അവർ വിധേയമാവുകയും ചെയ്യും. അത് ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്ന വ്യക്തിക്കുമാവാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ആകുവാനുള്ള സാധ്യതകൾ 100%. ലഗ്നത്തിലെ ഗുളികന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് നമ്മുടെ കുടുംബ പരദേവതകളുടെ സാന്നിധ്യത്തെ മുറുക്കി കെട്ടി വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അതായത് നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്തി എവിടെയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ചെയ്താൽ പോലും അതിന് ഫലം കിട്ടാത്ത ഒരു സാഹചര്യത്തെ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും കുടുംബ പരദേവതകളുടെ ആശീർവാദം നമ്മളിലേക്ക് എത്താൻ വളരെയധികം കാലതാമസം എടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് വാസ്തവം. മറ്റൊരു കാര്യം, ലഗ്നത്തിലെ ഗുളികൻ നമുക്ക് കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ അബോർഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളെ 100% ഇരട്ടിപ്പിക്കും. കാരണം നമുക്ക് പരദൈവങ്ങളുടേതായ കുടുംബ പൂർവ്വ ജന്മ ആധിപത്യം കൊണ്ട് നമുക്ക് ദേവതകളോ അല്ലെങ്കിൽ ഉപാസനാമൂർത്തികളോ ഒക്കെ ഉണ്ടായിരിക്കും. അവരുടെ സാന്നിധ്യമില്ലാതെ വരുമ്പോൾ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാനുള്ള കാലതാമസമൊക്കെ ഉണ്ടാവുകയും അബോർഷൻ സംഭവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതായത് നിങ്ങൾ IVFൻ്റെ ചികിത്സയൊക്കെ എടുത്തുകൊണ്ടിരുന്നാലും അതൊക്കെ തന്നെയും പ്രാവർത്തികമായി വരാത്ത സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ ലഗ്നാൽ ഗുളികനുള്ള ജാതകം ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടെങ്കിൽ അതിനെ നല്ല രീതിക്ക് പരിശോധിച്ച് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും.
ഈ കേരളത്തിൽ മാത്രമാണ് ഗുളികന് വളരെയധികം പ്രാധാന്യമുള്ളത്. അതിന് അത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു പ്രോസസ്സിനെ എല്ലാവരും തന്നെ എടുക്കുന്നത്. ഏതൊരു ആസ്ട്രോളജിക്കൽ പരമായ രീതിയിൽ ഏതൊരു പരിഹാര കർമ്മങ്ങൾക്കെടുത്താലും ഗുളികനെ ചിന്തിക്കാറുണ്ട്. അതാണ് ശരിയായ പാതയെ കണ്ടെത്താൻ അവർക്ക് മാർഗമായി മാറുന്നത്. തീർച്ചയായിട്ടും അതാണ് സത്യവും. ലഗ്നാൽ ഗുളികൻ നിൽക്കുന്ന ജാതകനോ അല്ലെങ്കിൽ ജാതകന്റെ കുടുംബത്തിലോ ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് നല്ലൊരു ഫലത്തെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും അർത്ഥമാക്കുക. കാരണം ഒരു വിധത്തിലും അവർക്കൊരു നല്ല ജീവിതം ലഭിക്കില്ല എന്നുള്ളതാണ്. ഒരുപക്ഷേ നേരത്തെ ഭർത്താവ് വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭർത്താവ് മരണപ്പെട്ടു പോവുക, കുട്ടികളെ കൊണ്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാകുക, എന്തെങ്കിലും രീതിക്കുള്ള പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ നിരന്തരമായി തന്നെ വന്നുകൊണ്ടിരിക്കും. ഭൂമി സംബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൊടുക്കുക, ഏതെങ്കിലും വിധത്തിൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം, അതായത് അവർ അകാല മരണം അടഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ വരെ ലഗ്നാൽ നിൽക്കുന്ന ഗുളികൻ നടത്തും. അതായത് ഈ ജാതകന് ഉന്നതമായ ഒരു പൊസിഷനും റാങ്കും ഒക്കെ പ്രദാനം ചെയ്യുമെങ്കിലും അതിനെ അനുഭവിക്കാനുള്ള യോഗം ആ വ്യക്തിക്ക് ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികൻ നൽകില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനാണ് ഈ ഒരു പരിഹാരം. കാര്യം ഈ ഗുളികൻ എന്ന് പറയുന്നത് തന്നെ ദുർഗന്ധമാണ്, വിയർപ്പിൻ്റെ ഗന്ധമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപമാനങ്ങൾ, അപവാദങ്ങൾ ഒക്കെ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് നന്മ സ്വീകരിക്കുന്നവർ തന്നെയായിരിക്കും നിങ്ങളെ കുത്തിപ്പറയുകയും വളരെയധികം അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ലഗ്നത്തിൽ ഗുളികൻ നിന്നാൽ ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഒരു ജാതകൻ അനുഭവിക്കേണ്ടതായിട്ട് വരിക. താന്ത്രിക വിധിപ്രകാരം പലയിടങ്ങളിലും നിങ്ങൾ പ്രശ്നം വയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പ്രശ്നത്തിൽ തന്നെ ആ ഒരു ജ്യോതിഷൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അടുക്കിൽ എവിടെയെങ്കിലുമൊക്കെ ദുർമരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരിക്കും. 100% അത് ഈ ഗുളികൻ്റെതായ സാന്നിധ്യം ഏതൊരു പൊസിഷനിൽ നിൽക്കുന്നുവോ അത് കാട്ടിക്കൊടുക്കുന്നത് തന്നെയാണ്. 4-ാം ഭാവത്തിൽ മീനം രാശിയിലൊക്കെ ഗുളികൻ്റെതായ സഞ്ചാരമുണ്ടെങ്കിൽ 100% ആ ഒരു പ്രോസസ്സ് ആ ഒരു സമയത്തെ ഒരു ആസ്ട്രോളജിക്കൽ കണക്ക് പ്രകാരം 100% ആ കുടുംബത്തിലോ മറ്റൊരിടത്തോ ആ ഒരു ദുർമരണം സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് സത്യം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല, അതിനെ ഉൾക്കൊള്ളാനും പറ്റില്ല എന്നൊരു സാഹചര്യമായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പല രീതിയിലും ആസ്ട്രോളജിയെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അതിനെ വിശ്വാസമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. കാലഘട്ടങ്ങൾക്കനുസൃതമായിട്ടുള്ള ചിന്താഗതികൾ മനുഷ്യരിൽ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ് ആ ഒരു ചിന്തകൾ. ഞാനും ആ കാലഘട്ടങ്ങൾക്കനുസൃതമായി ചിന്തിക്കുന്ന വ്യക്തി തന്നെയാണ്. പക്ഷേ ജാതകങ്ങൾ പരിശോധിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ കണ്ടെത്തലുകളെ പറയാതിരിക്കാനായിട്ട് ആർക്കും കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജന്മജാതകങ്ങളൊക്കെ പരിശോധിക്കണമെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വരാം. അതല്ല എങ്കിൽ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അരികിലുള്ള ആസ്ട്രോളജർ ആരാണോ അവരെ കാണുക. കാരണം 12 രാശിയും 9 ഗ്രഹങ്ങളും 27 നക്ഷത്രവാദങ്ങളും തന്നെയാണ് നമുക്ക് ഈ കണക്കുകളൊക്കെ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആസ്ട്രോളജർമാർക്കും അറിയാം നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അവരുടെ പക്കൽ പോകുന്നുവോ അതിനുള്ള ഉത്തരം മാത്രമാണ് അവർ നൽകുക. നമ്മുടെ ആവശ്യം എന്താണെന്ന് അവരോട് അറിയിച്ചാൽ കൃത്യമായിട്ടും അതിനുള്ള കാരണങ്ങളെ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ദൂരെ ഇരിക്കുന്ന ഒരാളിനെ കോൺടാക്റ്റ് ചെയ്താൽ മാത്രമാണ് ഫലം ലഭിക്കുക എന്നുള്ളത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. അതായത് കയ്യിൽ വെണ്ണയും വച്ചിട്ട് നെയ്ക്കായിട്ട് അലയുന്ന ഒരു പ്രവണത, അത് പണ്ട് കാലത്ത് പറഞ്ഞ തത്വം ഈ കാലത്തും ഉണ്ടെന്ന് തന്നെ. പക്ഷേ ചിന്താഗതികൾ വ്യത്യസ്തമായ രീതിയിലാണ് എന്ന് മാത്രം. കണ്ടെത്തൽ, അതായത് ഇത് ഞാനിപ്പോൾ പറയുന്ന കാര്യം ഒരു വശത്തുകൂടി ചിന്തിക്കുമ്പോൾ ഒരാൾക്ക് ശരിയെന്ന് തോന്നിയാൽ 90 പേർക്കത് തെറ്റായിട്ട് തോന്നും. കാരണം കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് നിരവധിയാണ്. അതായത് ആയിരക്കണക്കിന് വിധത്തിൽ ഓരോ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ചിന്തിക്കാനും അതിൻ്റേതായ പ്രവർത്തനങ്ങളെ എങ്ങനെയാണെന്ന് കണ്ടെത്താനും ഓരോ ആസ്ട്രോളജർക്കും കഴിയും. അത്രത്തോളം ഉപാസനയോടുകൂടി ഇരിക്കുന്ന ആത്മാക്കളായുള്ള ധാരാളം ആസ്ട്രോളജർമാരുള്ള ഈ കേരളത്തിലാണ് ഈ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം കേരളത്തിൽ തന്നെയാണ് ഗുളികന് വളരെയധികം പ്രാധാന്യമുള്ളത്. ഇപ്പോൾ കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ടുള്ള തമിഴ്നാട് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെയും ഗുളികനെക്കുറിച്ചുള്ള ചിന്താഗതികളൊക്കെ തുടങ്ങിയിട്ട് അതിലവർക്ക് വളരെയധികം വിശ്വാസ്യത വന്നതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും അടുത്തടുത്ത ഘട്ടങ്ങളിൽ എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. ലഗ്നത്തിൽ ഗുളികൻ സഞ്ചാരം ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ കൺമുന്നിൽ തന്നെ ആരെങ്കിലും പിടഞ്ഞു മരിക്കുന്ന ഒരു സാഹചര്യത്തെ കാണേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഒത്തിരി പ്രായമായ വ്യക്തികൾ അവരുടെ കൺമുന്നിൽ തന്നെ ജീവൻ പോകുന്ന ഒരു സാഹചര്യത്തെ കാണേണ്ടി വരും. ഇപ്പോൾ സൂര്യൻ്റെ ഒപ്പം ഗുളികൻ്റേതായ ഒരു സഞ്ചാരത്തെ കാണുകയാണെങ്കിൽ ഈ വ്യക്തിയുടേതായ അച്ഛന് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു പ്രോസസ്സ് ഉണ്ടാവും. അതായത് കൺമുന്നിൽ തന്നെ ആരുടെയെങ്കിലും മരണത്തെ കാണേണ്ട സാഹചര്യം. ചന്ദ്രൻ്റെ ഒപ്പം ഗുളികൻ സഞ്ചാരം ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും
ആ വ്യക്തിയുടെ അമ്മയ്ക്ക് ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു മരണം കാണേണ്ടതായിട്ട് തന്നെ. കാരണം ആ ഉയിര് ആ ശരീരം വിട്ടു പോകുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് അവർ ആ സമയത്ത് അവിടെ സന്നിഹിതരായിരിക്കുമെന്നുള്ളതാണ് വാസ്തവം. അതായത് ചിലർക്ക് തന്നെ ഈ മരണസമയത്ത് പാലൊക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കരണ്ടിൽ പാലൊക്കെ എടുത്തിട്ട് വായിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം പ്രോസസ്സുകൾ കൊടുക്കുന്ന സമയത്തായിരിക്കും അവരുടെ ജീവനൊക്കെ വിട്ടുപോകുന്ന ഒരു കാര്യത്തിൽ വരിക. ഇതിൽ ഏറ്റവും അധികം ഇത്തരം പ്രോസസ്സുകളിലേക്ക് ചന്ദ്രൻ്റെ ഒപ്പം ഗുളിക നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഡോക്ടർ സംബന്ധപ്പെട്ട ഇടങ്ങളാണ്. ഡോക്ടറിനൊക്കെ പഠിച്ച വ്യക്തികൾ അല്ലെങ്കിൽ നഴ്സുമാർ ഇങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കാം ആ ഒരു പ്രോസസ്സ് ഡയറക്റ്റായിട്ട് കാണുക എന്നുള്ളതാണ്. ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിൽ ഗുളികൻ്റേതായ ഒരു സഞ്ചാരമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൈഗ്രെയിനും അസുഖം ഉണ്ടാകും, കണ്ണുകൾക്ക് തകരാറുണ്ടാകും, അതുപോലെ പല്ലുകൾക്കൊക്കെ തകരാറുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. പഠിക്കാനെന്ന് വെച്ചാൽ ഒരു രൂപയ്ക്ക് പോലും പഠിക്കാൻ പറ്റില്ല. ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കും. കാരണം നമുക്ക് ആ പഠനത്തെ പൂർത്തിയാക്കാനായിട്ട് കഴിയില്ല. അതായത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കണമെന്നൊരാഗ്രഹം വന്നു പോയാലും നമുക്കതിനെ പൂർത്തിയാക്കാനായിട്ട് കഴിയില്ല. കടം ധാരാളം കടബാധ്യതകളിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വന്തം വസ്തു സംബന്ധപ്പെട്ട രീതിയിൽ പോലും പ്രശ്നങ്ങളെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിലാക്കി, അതായത് നാളെ വിൽപ്പനയ്ക്കിരിക്കുന്ന ഒരു വസ്തുവായിരിക്കാം. അത് 10 കൊല്ലം കഴിഞ്ഞാലും വിൽക്കാൻ പറ്റാത്ത രീതിക്ക് നമുക്ക് പ്രശ്നത്തെ ഉണ്ടാക്കി തരുന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഈ 2ാം ഭാവത്തിലിരിക്കുന്ന ഗുളികൻ നമ്മുടെ കുടുംബത്തിലും ഒക്കെ തന്നുകൊണ്ടേയിരിക്കും. ചിലർക്ക് പൂർവികമായിട്ട് തന്നെ കോടിക്കണക്കിനുള്ള സ്വത്ത് വകകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഫലത്തിൽ നോക്കിയാൽ 10 പൈസയ്ക്കുള്ള സ്വത്ത് അവർക്ക് അനുഭവിക്കാനും യോഗമുണ്ടാവില്ല. കോടതിയിലോ മറ്റെവിടെയെങ്കിലും കേസുകളിൽപ്പെട്ട് തടഞ്ഞു കിടക്കപ്പെടുന്ന ഒരു സാഹചര്യം ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ബിസിനസ് സംബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കാം. അതിൻ്റേതായ കാശ് പോലും വന്ന് അനുഭവിക്കാൻ പറ്റാത്ത ഒരു കാലത്തെയും ഒരു സാഹചര്യത്തെയും ഈ 2ാം ഭാവത്തിൽ ഗുളിക നിന്നാൽ അതാത് വ്യക്തികൾക്ക് നൽകും. അതായത് സുഖകരമായ ഒരു ജീവിതം ആഗ്രഹിച്ചിട്ടാണ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് എങ്കിൽ അത് 100% നിങ്ങൾക്ക് വേദനകളും ദുഃഖങ്ങളും മാത്രമായിരിക്കും തരിക എന്നുള്ളതാണ് 2ാം ഭാവത്തിലെ ഗുളികൻ്റെ പ്രത്യേകത. ഏറ്റവും അധികം എടുത്തു പറയണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോസസ്സിലുള്ള വ്യക്തികളാണ്. ഉയർന്ന പഠനമൊക്കെ പഠിച്ച് ചിലരൊക്കെ തന്നെ MA, ഡബിൾ MA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ടായിരിക്കും. പക്ഷേ ആ പഠനം നടത്തിയ പല വ്യക്തികൾക്കും മാനസികമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെ നൽകി അത് ഒന്നിനും പ്രയോജനപ്പെടുത്താത്ത രീതിക്ക് കൊണ്ടുവരും. ആ പഠനം കൊണ്ട് ആ വ്യക്തിക്ക് യാതൊരുവിധ ഗുണവും ഉണ്ടാക്കില്ല. ഈ 2ാം ഭാവത്തിലെ ഗുളികൻ താമസിക്കുന്ന വീടൊക്കെ ചിലപ്പോൾ വലിയ കൊട്ടാരം പോലത്തെ വീടൊക്കെ ആയിരിക്കും. പക്ഷേ മനസ്സമാധാനം എന്ന് പറയുന്നത് അതിനകത്ത് 10 പൈസയ്ക്ക് കിട്ടില്ല എന്നുള്ളതാണ്. എന്തൊരു വാക്ക് പറഞ്ഞാലും ശരി, അതിൽ തർക്കവും തല്ലും മാത്രമായിരിക്കും ഈ ഗുളികൻ നിൽക്കുന്ന വ്യക്തികൾക്ക് സംഭവിക്കുക. അതേപോലെ തന്നെ 2ാം ഭാവത്തിൽ ഗുളിക നിൽക്കുന്ന വ്യക്തിക്ക് ആ ഒരു കുടുംബത്തിനുള്ളിൽ തന്നെക്കാളും പ്രായം കുറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കും. ഇതൊക്കെ ഗുളികൻ 2ാം ഭാവത്തിൽ നിന്നാൽ തരുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ കുട്ടികളൊക്കെ മരണപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളും ആ കുടുംബത്തിൽ ഉണ്ടാക്കി വയ്ക്കും. ലഗ്നത്തിൻ്റെ 3ാം ഭാവത്തിലാണ് ഗുളികൻ സഞ്ചാരം നടത്തുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു മികച്ച മുന്നേറ്റമൊക്കെ പ്രദാനം ചെയ്യും. കാര്യം പ്രയത്നങ്ങളുടേതായ ഭാവത്തിൽ ഗുളികൻ നിൽക്കുമ്പോൾ മികച്ച രീതിയിൽ മുന്നേറി വരാനുള്ള ഒരു മനസ്സൊക്കെ പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ ഈ വ്യക്തിയുടേതായ ഇളയ സഹോദരങ്ങൾ നേരത്തെ മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അവർക്ക് കുടുംബജീവിതത്തിൽ ഒരു മുന്നേറ്റം ലഭിക്കാതെ ഒരു കഷ്ടപ്പാടുകൾ അനുഭവിക്കുക, ദുഃഖങ്ങൾ അനുഭവിക്കുക എന്ന ഒരു സാഹചര്യം ലഗ്നത്തിൻ്റെ 3ാം ഭാവത്തിൽ ഗുളികൻ വന്നു നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ കാണേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഈ 3ാം ഭാവത്തിലെ ഗുളികൻ്റെ മറ്റൊരു പ്രത്യേകത കുടുംബത്തിൽ ദുർമരണം സംഭവിച്ച ഏതെങ്കിലും ഒരാൾ ആ കുടുംബത്തിലുണ്ടായിരിക്കും. വെള്ളത്തിൽ വീഴുന്ന് മരിക്കുക, കറണ്ട് പാസേജ് വന്ന് മരണപ്പെടുക, മറ്റെന്തെങ്കിലും വിധത്തിലൊരു ദുർമരണം ആ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടാകുമെന്നുള്ളതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബാധയെയും ദൈവത്തെയും ഗുളികൻ കാട്ടിത്തരും എന്ന്. അതേപോലെ പൂർവികത്തിൽ, അതായത് അച്ഛൻ്റെ ആ ഒരു കുടുംബം അങ്ങനെയൊക്കെ കണക്കിലെടുത്ത് വരുന്ന സമയത്ത് ആ ഒരു വംശാവലിയിൽ ഒരു കുട്ടി മരണപ്പെട്ടു, അഗ്നിക്കിരയായി മരണപ്പെടുക, വെള്ളത്തിൽ വീണ് മരണപ്പെടുക, ഇങ്ങനെയുള്ള സാധ്യതകളും 3ാം ഭാവത്തിലെ ഗുളികൻ കാട്ടിത്തരുമെന്നുള്ളതാണ്. അതാണ് പല ജാതകങ്ങളും പരിശോധിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുള്ളത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? പകരം പൂർവികത്തിലുള്ള കാര്യങ്ങൾ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ ജാതകത്തിൽ കാട്ടുന്നതിനെ മാറ്റിവെക്കാനും കഴിയില്ല. ലഗ്നത്തിൻ്റെ 4ാം ഭാവത്തിലാണ് ഗുളികൻ സഞ്ചാരം നടത്തുന്നത് എങ്കിൽ ജാതകത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വത്ത് സംബന്ധപ്പെട്ട രീതിയിലും കുടുംബം സംബന്ധപ്പെട്ട രീതിയിലും വീട് സംബന്ധപ്പെട്ട രീതിയിലുമൊക്കെ ധാരാളം പ്രശ്നങ്ങളെ
കൊണ്ട് മാത്രമായിരിക്കും മുന്നിലേക്ക് പോകാനായിട്ട് കഴിയുക. എത്രത്തോളം പ്രാർത്ഥനകളൊക്കെ നടത്തിയാലും നമുക്കൊരു ഫലം ലഭിക്കാത്ത ഒരു സാഹചര്യം. ഇതിൽ പലർക്കും തന്നെ കുടുംബത്തിൽ സമാധി ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ പൂർവികമായ ആചാരങ്ങളുള്ള ഏതെങ്കിലും ഒരു ആഹ്, കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ, അതായത് വച്ചാരാധനയൊക്കെ എന്ന് പറയുന്നത് പോലെ തന്നെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രം ഒക്കെ ഉണ്ടായിരിക്കുന്ന ആൾക്കാർ ധാരാളം തന്നെ ആയിരിക്കും. അതായത് പൂർവികർ നമുക്ക് നൽകിയ വഴികളെ പിന്തുടർച്ച പോലെ തുടർന്ന് ആ ഒരു കാര്യത്തെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് വരിക. ഇതിൽ സമാധി ആയിപ്പോയ ആൾക്കാരും സമാധി ക്ഷേത്രം പോലെയൊക്കെ ഇരിക്കുന്നവരും ധാരാളം തന്നെ ഉണ്ടായിരിക്കും. പൂർവികത്തിലെ യോഗീശ്വരൻ, ഗുരു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പലയിടങ്ങളിലും. ആ പ്രോസസ്സൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നവരൊക്കെ ധാരാളം ഉണ്ടായിരിക്കും. പലയിടങ്ങളിലും അത്തരം പ്രോസസ്സുകളൊക്കെ ഉണ്ടായിട്ടും അത് അറിയാതെ പോവുകയും അല്ലെങ്കിൽ അതൊക്കെ മൺമറഞ്ഞു പോവുകയും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ ധാരാളം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നെത്തുന്ന സാഹചര്യമായിരിക്കും 4-ാം ഭാവത്തിലെ ഗുളികൻ നൽകുക. അതുപോലെ തന്നെ അച്ഛൻ്റെ വഴിയിലോ അമ്മയുടെ വഴിയിലോ ഒരു ദുർമരണമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുമൊക്കെ വളരെയധികം കൂടുതലായിരിക്കും. അച്ഛൻ വഴിക്ക് അല്ലെങ്കിൽ അമ്മ വഴിക്ക് ഒക്കെ ഒരു ദുർമരണം ആ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ 4 ഗുളികൻ നിൽക്കുന്ന ജാതകൻ്റേതായ മാതാപിതാക്കൾക്ക് ഒരു കാലത്തും ഒരു ഗതി കിട്ടാത്ത ഒരു സാഹചര്യമായിരിക്കും. അതായത് എത്രത്തോളം പരിശ്രമിച്ചാലും ഒരു മുന്നേറ്റം വരുന്നില്ല എന്നൊരു ചിന്ത. കാരണം പലരും പറയാറുണ്ട് 80 വയസ്സ് 90 വയസ്സുള്ള ആൾക്കാർ വരെ വിളിച്ച് ചോദിക്കാറുണ്ട് എന്തേ ഈ കാലഘട്ടമെങ്കിലും നന്നായിരിക്കുമെന്ന്. പ്രശ്നം ഗുളികൻ്റേതായ ഒരു സാന്നിധ്യത്തെ കണക്കിലെടുക്കുമ്പോൾ അവർക്ക് ജീവിത അവസാനം വരെയും കഷ്ടപ്പാടുകളിലൂടെ മാത്രമായിരിക്കും സഞ്ചരിക്കാനായിട്ട് കഴിയുക. അതുപോലെ തന്നെ അമ്മ വഴിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വത്ത് വകകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ 4-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്ന വ്യക്തിക്ക് അനുഭവ യോഗ്യമായി വരില്ല. അതൊക്കെ തന്നെ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഉയർന്ന രീതിയിലൊരു പഠനമൊക്കെ നടത്തണമെങ്കിലും അത് ആ ജാതകനെ കൊണ്ട് കഴിയാതെ വരും. 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത രീതിയിലൊരു പഠനമൊക്കെ നടത്തണമെന്ന് വിചാരിച്ചാൽ അതൊക്കെ തന്നെ തുടങ്ങുന്നിടത്ത് തന്നെ മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തെ 4-ലെ ഗുളികൻ നൽകും. ഇവർക്കൊക്കെ തന്നെ ഒരു 40 വയസ്സിന് ശേഷമായിരിക്കും എന്തെങ്കിലും രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതും അങ്ങനെ പൂർണ്ണമായിട്ടും പറയാനായിട്ട് കഴിയില്ല. ഒരു മികച്ച മുന്നേറ്റമൊന്നും പറയില്ല. എന്തായാലും ഒരു ആശ്വാസത്തിൻ്റെ വക ലഭിക്കുന്നത് 40 വയസ്സിന് ശേഷമായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യപരമായ രീതിയിൽ വളരെയധികം നല്ല രീതിക്കൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഉടനെയായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കയറേണ്ട ഒരു സാഹചര്യം. അത് ഞരമ്പുകൾ സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരിക, മറ്റു ഏതെങ്കിലും ഒരു വിധത്തിൽ അയാൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വന്നെത്തും. പെട്ടെന്നുള്ള ഒരു സാഹചര്യമായിരിക്കും അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുക 4-ലെ ഗുളികൻ. 4-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്ന ജാതകന് ആദ്യത്തെ കുട്ടി 100% അബോർഷനായി പോകാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതൽ തന്നെയായിരിക്കും. 5-ാം ഭാവത്തിൽ ഗുളികൻ്റേതായ ഒരു സാഹചര്യമാണെങ്കിൽ ഈ പൂർവ്വ പുണ്യത്തിൻ്റെതായ ഒരു ആധിപത്യത്തെ അവിടെ കണക്കാക്കപ്പെടുന്നു. ഇവർക്ക് ഈ രാഷ്ട്രീയപരമായ രീതിയിലൊക്കെ പോയി ഇടപെടുകയാണെങ്കിൽ അവർക്ക് വളരെയധികം മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റമായിരിക്കും ഈ 5-ൽ ഗുളികൻ നിന്നാൽ ഈ വ്യക്തികൾക്ക് നൽകുക. അങ്ങനെ ഇത്തരം സാഹചര്യത്തിൽ ഒരു ഉയർന്ന നിലവാരം നൽകുമെങ്കിലും ഈ പൂർവ്വ ജന്മ പുണ്യത്തിൻ്റെതായ ഒരു കർമ്മദോഷം അവിടെ നിലനിൽക്കുകയും അതിനാൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണം ആകുകയും ചെയ്യും. കുടുംബത്തിലൊരു സന്തോഷം ഉണ്ടാകാത്ത സാഹചര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും 5-ാം ഭാവത്തിലെ ഗുളികൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പിതൃക്കൾക്ക് കർമ്മം ബാക്കിയുണ്ട് എന്ന ഒരു ചിന്തയും കൂടി ഈ ഗുളികനെ കൊണ്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തിലക ഹോമം എന്ന് പറയുന്ന ഹോമമൊക്കെയും അതാത് സമയങ്ങളിൽ ചെയ്ത് അതിൻ്റെതായ ശാന്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. പിതൃക്കൾക്ക് ശാന്തി ലഭിക്കുന്ന ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ചിലയിടങ്ങളിലൊക്കെ തന്നെ 5-ാം ഭാവത്തിലെ ഗുളികൻ്റെതായ സാന്നിധ്യത്തെ കന്യകാ ശാപം എന്നൊക്കെ പറയുന്നത്, കന്നി ശാപം എന്നൊക്കെ പറയുന്ന രീതിക്ക് ഒരു പ്രശ്നത്തേക്കെയും അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സമാധി വച്ച് പൂജ ചെയ്യുന്നവരൊക്കെയും ധാരാളം ഈ 5-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നവർ ഉണ്ടായിരിക്കും. അതായത് അവരുടെ കുടുംബത്തിൽ സമാധിയായിപ്പോയ ആരെങ്കിലും ഒരു വ്യക്തി ആ കുടുംബത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകളും 100% ആയിരിക്കും. 5-ാം ഭാവത്തിലെ ഗുളികൻ ധാരാളം നല്ല രീതിയിലുള്ള ബുദ്ധിയും അറിവുമൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ജ്ഞാനത്തെ ഉണ്ടാക്കിത്തരും. അതായത് ആത്മീയപരമായ രീതിയിൽ ചിന്തിക്കാനും ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും ഒക്കെയുള്ള ഒരു ജ്ഞാനത്തെ തരും. മന്ത്രങ്ങളൊക്കെ പഠിക്കുക, അതുപോലെ
താന്ത്രിക വിദ്യകളൊക്കെ പഠിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് ജ്ഞാനം, അറിവ് നേടുക എന്നൊരു ചിന്ത ഇവർക്ക് എപ്പോഴും മികച്ചു നിൽക്കും. എനിക്ക് ഈ രീതിയിൽ പ്രോസസ്സ് ആവണം, ഒരു ആസ്ട്രോളജറൊക്കെ ആവണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ്, പൂജാരിയാവണം. ഇങ്ങനെയുള്ള രീതിക്ക് എന്തെങ്കിലും ആത്മീയപരമായ ചിന്തകൾ ഇവരിലേക്ക് എപ്പോഴും തന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. 5-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഉയർന്ന പഠനം, അതായത് ഈ കണ്ടുപിടുത്തങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ഒരു പ്രോസസ്സിലുള്ള മേഖലകളിലൊക്കെ പഠനം നടത്തുന്നത് വളരെയധികം മികച്ച നിലവാരത്തിൽ കൊടുക്കും. അതായത് PhDക്കൊക്കെ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരും 5-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അവർക്ക് അതിൻ്റേതായ ഒരു റാങ്കും പൊസിഷനും ഒക്കെ വന്നെത്തും. പക്ഷേ പൂർവ്വജന്മത്തിൽ ആ ഒരു പൂർവികത്തിൻ്റെതായ ഒരു ശാപം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ആ പ്രോസസ്സിലേക്ക് എത്താൻ ഒരല്പം കാലതാമസം എടുക്കുമെന്ന് മാത്രം. 5-ാം ഭാവത്തിൽ ഗുളികൻ ഉള്ളവർ അടിക്കടി തന്നെ ജാതക പരിശോധനകളൊക്കെ നടത്തുന്ന വ്യക്തികളായിരിക്കും. എന്തുകൊണ്ട് ഈ പ്രശ്നം നടക്കുന്നു? ഒരു വ്യക്തിയുടെ പക്കൽ പോയിട്ട് ഒരു കാര്യം നടന്നില്ല, മറ്റൊരു വ്യക്തിയുടെ അടുക്കൽ പോകും. ഈ പ്രശ്നം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റ് പല ഇടങ്ങളിലും തേടി തേടി വെക്കണം. പലവിധ ക്ഷേത്രങ്ങളിലും പൂജാതി കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും ഈ 5-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നവർക്ക്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പൂർവികമായ രീതിയിലുള്ള കർമ്മത്തിനെ ഒരിക്കലും തന്നെ തീർക്കാനൊന്നും കഴിയുന്ന ഒരു സാഹചര്യമില്ല. അറിഞ്ഞ് ചിന്തിച്ച് പ്രാർത്ഥനകളിലൂടെ പൂർവികത്തെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥനകളിലൂടെ മാത്രമേ ആ കർമ്മത്തെ കുറയ്ക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ലഗ്നത്തിൻ്റെ 6-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുകയാണെങ്കിൽ ഒരുവിധത്തിൽ നല്ലതാണ് എന്ന് നമുക്ക് പറയാം. കാരണം നിങ്ങൾക്ക് എത്രത്തോളം ശത്രുക്കളൊക്കെ എവിടെ വന്നിരുന്നാൽ തന്നെയും ആ ശത്രുവൊക്കെ തന്നെ കാണാമറയത്തായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. കാരണം നിങ്ങളെ ജയിക്കാനായിട്ട് കഴിയില്ല. 6-ലെ ഗുളികൻ നിങ്ങൾക്ക് ജയത്തെ പ്രദാനം ചെയ്യും. കാരണം എത്ര വലിയ ശത്രുവായാലും ശരി, ഗുളികൻ അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വഴിയും നിങ്ങൾക്ക് കാട്ടിത്തരും. അതുകൊണ്ട് തന്നെ 6-ാം ഭാവത്തിൽ ഗുളികൻ ഉള്ള ഒരു ജാതകൻ കുടുംബത്തിലുണ്ടെങ്കിൽ അവരോട് ശത്രുതാ മനോഭാവത്തോടുകൂടി ഇടപെടാതിരിക്കാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കണമെന്നുള്ളതാണ്. അങ്ങനെ സഹോദരങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റാരോ അവരെ ശത്രുവാക്കി കണ്ടാൽ ആ വ്യക്തിക്ക് പിന്നീട് അൽപായുസ്സായിട്ട് ഉള്ള ഒരു സാഹചര്യമായിരിക്കും വരിക. 6-ാം ഭാവത്തിലെ ഗുളികന് 12-ാം ഇടവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ കുടുംബത്തിൽ വെള്ളത്തിൽ വീഴുന്ന് മരണപ്പെട്ടു പോയവർ, അതുപോലെ തന്നെ അവസ്ഥയിൽ മരണപ്പെട്ടു പോകുന്ന സാഹചര്യം, അതായത് പലരും നമ്മൾ കേട്ടിട്ടില്ലേ, അവസ്ഥയിൽ ഓപ്പറേഷൻ സമയത്തൊക്കെ മരണപ്പെട്ടു പോയി എന്നൊക്കെ കേൾക്കാറുണ്ട്. ആ ഒരു ജാതകത്തിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ 100% 6-ാം ഇടത്തിലെ ആ ഒരു ഗുളികൻ്റെ സാന്നിധ്യമാണ് അത്തരത്തിലൊരു പ്രോസസ്സ് നടത്തുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും, അതായത് ഏതെങ്കിലും ഒരു 6-ാം ഇടത്തിൽ ഗുളികൻ നിൽക്കുന്ന ഒരു ജാതകം വീട്ടിലുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലൊരു പെൺകുട്ടി മരണപ്പെട്ടു പോകണമെന്നുള്ളത് ആ ഒരു ജാതകൻ്റേതായ ജാതകവശമുള്ള വിധി ആയിട്ട് കണക്കാക്കാം. ഒരുപക്ഷെ ആ ജാതകന് തന്നെ ആ ഒരു പ്രോസസ്സ് അവിടെ അവൻ്റേതായ കുടുംബത്തിൽ അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളിൽക്കുള്ളിൽ തന്നെ ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കാനും സാധ്യതകൾ 100%. ലഗ്നത്തിൻ്റെ 7-ാം ഭാവത്തിൽ ഗുളികൻ സഞ്ചാരം നടത്തുന്ന ജാതകന എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, കുടുംബത്തിനുള്ളിൽ വിവാഹപ്രായമെത്തിയ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോകുന്ന സാഹചര്യം, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ചിലയിടങ്ങളിലൊക്കെ ചില മരണങ്ങളൊക്കെയും സംഭവിക്കാറുണ്ട്. അത് ഒരു 70% ഒക്കെ അത്തരം ഒരു പ്രോസസ്സുകളൊക്കെ നടക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്തരം പ്രോസസ്സുകളിൽ കുടുംബത്തിൽ ഒരു വിവാഹം പ്രായമെത്തിയത് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു പോയ വ്യക്തിക്ക് ആ ഒരു മരണം ഉടനെ തന്നെ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലൊരു പ്രോസസ്സ് നേരിടേണ്ടി വരുമെന്നുള്ളതാണ് സത്യമായിട്ട് വരുന്നത്. ഇതിൽ പല വിധത്തിലും മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഗുളികൻ്റേതായ ചിന്തകളെക്കുറിച്ചിട്ട് മാത്രമാണ് ഇവിടെ പറയുന്നത്. മറ്റു ഗ്രഹങ്ങളുടേതായ ഒരു ബലത്തിനും കൂടി അനുസരിച്ച്, ദൃഷ്ടിബലത്തിനും കൂടി അനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസങ്ങളും കൂടി വരുമെന്നുള്ള കാര്യം കൂടെ. എന്നാലും ഗുളികൻ്റെ ചിന്തകളെ വെച്ച്, ഗുളികൻ്റെ മാത്രം ചിന്തയെ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 100% ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കാൻ സാധ്യതകളൊക്കെ 100%. 7-ാം ഭാവത്തിലെ ഗുളികൻ്റേതായ സഞ്ചാരം കണക്കുമ്പോൾ ഇപ്പോൾ ഗർഭിണിയൊക്കെ ആയിരിക്കുന്ന അവസ്ഥയെ സെക്കൻഡായിട്ട് 2ാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് ആ ഒരു ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ വന്നെത്തുന്ന ഒരു സാഹചര്യം, ഉദരം സംബന്ധപ്പെട്ട ഇടത്ത് പ്രശ്നങ്ങളുണ്ടാവുക, അതായത് ഒരുപാട് തന്നെ ബ്ലഡൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാകുക, യൂറിനറി സംബന്ധപ്പെട്ട രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക, ധാരാളം ഉദരം സംബന്ധപ്പെട്ട ഇടത്ത് സ്ത്രീകൾക്ക് ധാരാളം പ്രശ്നങ്ങളെ കൊണ്ട് നൽകും ഈ ഗുളികൻ. ലഗ്നത്തിൻ്റെ 8-ാം ഭാവത്തിൽ ഗുളികൻ സഞ്ചാരം നടത്തിയാൽ നമുക്ക് എങ്ങനെ കണക്കാക്കാം? അത് ലഗ്നത്തിൻ്റെ 8-ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സിനെ കുറിക്കുന്ന ഒരു സ്ഥാനമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആയുസ് അല്പായുസ്സായിട്ടാണോ ഇരിക്കുക എന്നുള്ളതാണ്. അത് ഗുളികനെ കൊണ്ട് മാത്രം ചിന്തിക്കേണ്ട കാര്യമല്ല. ലഗ്നാധിപൻ്റേതായ ബലവും ശനിയുടേതായ ബലത്തെയും കണക്കിലെടുത്ത് വേണം
നമുക്ക് ആ ഒരു ഭാവത്തെ കണക്കിലെടുക്കാനായിട്ട്. അപ്പോൾ അൽപായുസ്സ് എന്ന് പറയുന്ന ഒരു ഭാവത്തെ നമുക്കത് ഗുളികനെ കൊണ്ട് ചിന്തിക്കാനായിട്ട് കഴിയില്ല. എന്നാലും ചിലർക്കെങ്കിലും അത്തരത്തിലുള്ള പ്രോസസ്സ് ശനിയുടെയും ലഗ്നത്തിൻ്റെയും ബലം അവിടെ കുറവാണെങ്കിൽ ചിലർക്ക് ദുർമരണങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. എന്നാലും എട്ടാം ഭാവത്തിലെ ഗുളികൻ ധാരാളം അപമാനങ്ങൾക്കുള്ള സാഹചര്യങ്ങളൊക്കെ കൊണ്ടുതരും, വഴക്കുകൾക്കുള്ള കാരണങ്ങളെ കൊണ്ടുതരും, അതുപോലെ തന്നെ ഇടയ്ക്കിടെ വണ്ടി വാഹനങ്ങളാൽ അപകടങ്ങളെ ഉണ്ടാക്കിത്തരും. വെറുതെ നിന്നാലും കാൽ തെന്നി തറയിൽ വീഴുന്ന കാലൊടിയുക, കൈയൊടിയുക, ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെയും എന്തെങ്കിലും ഒരു വിധത്തിലല്ലെങ്കിൽ മരണത്തെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് തുല്യമായ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നോക്കിയാലും പ്രശ്നം ഭൂമി സംബന്ധപ്പെട്ട എടുത്ത പ്രശ്നം തരും. ഒരു വസ്തു വിൽക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ വിറ്റ കാശ് തിരിച്ചു കിട്ടില്ല, കൊടുത്ത കാശ് ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെയും എട്ടാം ഭാവത്ത് നിന്ന്, അതായത് മരണ തുല്യത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെ കിട്ടുമോ അതൊക്കെയും എടുത്തിട്ട് അലക്കും ഈ പറയുന്ന ഗുളികൻ. എട്ടിലെ ഗുളികൻ നമുക്ക് ഡോക്യുമെന്റേഷൻ സംബന്ധപ്പെട്ട ഇടത്തൊക്കെ ധാരാളം പ്രശ്നം തരും. അതായത് ഒരു വസ്തു പ്രമാണമൊക്കെ പതിക്കുന്ന വേളയിൽ അതിലുള്ള ഒരു അവസാന നിമിഷത്തിലായിരിക്കും എന്തെങ്കിലും ഒരു തടസ്സത്തെ കൊണ്ട് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ വണ്ടി വാഹനങ്ങൾ സംബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആവാതിരിക്കുക, പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ അധികം കൂട്ടിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് സംബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അധികരിപ്പിച്ചുകൊണ്ട് തന്നുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് അവസരത്തിനൊത്ത് കാര്യത്തെ നീക്കാനായിട്ട് കഴിയാത്ത സാഹചര്യം. ലഗ്നത്തിൻ്റെ 9ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യസ്ഥാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ ഭാഗ്യസ്ഥാനത്ത് ഒരു കാലത്തും തന്നെ ഗുളികൻ വരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റേതായ ഒരു ചിന്ത എപ്പോഴും. കാരണം നമുക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ജയിക്കണമെന്ന ചിന്തകൾ എല്ലാവർക്കും തന്നെ ഉണ്ടായിരിക്കും. ഏതൊരു വിധത്തിൽ ജീവിക്കുന്ന വ്യക്തിക്കും ഉണ്ടായിരിക്കും. അവിടെ ഗുളികൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യത്തെ എപ്പോഴും നിർഭാഗ്യമാക്കി മാറ്റിക്കൊണ്ട് തന്നെയായിരിക്കും. ചിലരൊക്കെ പറയുന്ന കേട്ടില്ലേ, ലോട്ടറികൾ ഞാൻ എൻ്റെ ഇത്രാമത്തെ വയസ്സ് മുതൽ എടുത്തു തുടങ്ങിയത്, 50 വർഷം കൊണ്ട് ഞാൻ ലോട്ടറി എടുക്കണം, 5 പൈസ കിട്ടിയിട്ടില്ലെന്ന്. അത് ഗുളികൻ 9ാം ഭാവത്തിൽ സഞ്ചാരം നടത്തുന്ന ജാതകക്കാർക്കാണ് അത്തരത്തിലൊക്കെയുള്ള പ്രോസസ്സുകൾ വർക്ക് ചെയ്യുക. കാരണം ഇവിടെ ഏതൊരു ഗ്രഹം ബലമായിട്ട് നിന്നിരുന്നാലും ശരി, ഇവിടെ ഗുളികൻ 9ൽ നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ആ പ്രശ്നത്തെ തടസ്സം ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പോൾ സൂര്യൻ അഗ്രസീവായി നിൽക്കുക എന്ന് പറഞ്ഞിരുന്നാൽ പോലും ഇവിടെ 100% ഈ ഒരു ഭാവത്തിൽ ഗുളികൻ നിന്നാൽ നമുക്ക് എപ്പോഴും ദുഃഖാവസ്ഥ തന്നെ ആയിരിക്കും. കാര്യം എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ സംഭവിക്കുന്നത്? പലരും അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ദൈവതയോട് പറയും, എനിക്ക് മാത്രം എന്തേ ഈ കഷ്ടം? ഞാൻ എല്ലാവർക്കും നല്ലതല്ലേ ചിന്തിച്ചുള്ളൂ, പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയുന്നവർ ധാരാളമുണ്ട്. അവർക്ക് ഈ ഭാവത്തിൽ ഗുളികൻ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കടന്നുകൂടിയാൽ 100% നിങ്ങൾക്കത് ഈ പ്രശ്നത്തെ അഭിമുഖീകരിച്ച് മാത്രമേ ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. 9ാം ഭാവത്തിലെ ഗുളികന് ഇപ്പോൾ മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് കുടുംബം കലക്കുക എന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു വിവാഹം കഴിച്ച് ഒക്കെ സന്തോഷമായി ജീവിക്കാമെന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നത്തെ കൊണ്ടുവന്ന് തല്ലിപ്പിരിച്ച് കൊണ്ട് കളയുക എന്നൊരു പ്രോസസ്സ് ഉണ്ടാകും. രണ്ടാമതൊരു വിവാഹം കഴിച്ചവരും ഈ 9ൽ ഗുളികൻ നിൽക്കുന്നവരുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതും സത്യമാണ്. അതുപോലെ അച്ഛനുമായിട്ടൊക്കെ എപ്പോഴും വഴക്കുകൾ, അച്ഛന് ഇഷ്ടമില്ല എന്ന് പറയുക, അച്ഛനുമായിട്ട് എപ്പോഴും പകയുണ്ടാവുക, അച്ഛൻ്റെ കുടുംബക്കാരുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക, അല്ലെങ്കിൽ അവർ നിങ്ങളെ പിണങ്ങുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെയും 9ൽ ഗുളികൻ വന്നാൽ നമ്മുടെ നന്മകളെയൊക്കെ തിന്മയാക്കി മാറ്റും. ബോധപൂർവം നമ്മളത് ചെയ്യുന്നില്ല എങ്കിലും ഗ്രഹങ്ങളുടെ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ വർക്കൗട്ട് ആവുക തന്നെ ചെയ്യും. ലഗ്നത്തിൻ്റെ 10ാം ഭാവം തൊഴിൽ ഭാവത്തിലേക്ക് ഈ ഗുളികൻ്റേതായ സഞ്ചാരമുണ്ടെങ്കിൽ അവർ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ബിസിനസ്സൊക്കെ നടത്താനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് വന്ന് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെന്നുള്ളതും കൂടി സത്യമാണ്. ചിലരൊക്കെ തന്നെ വലിയ കെട്ടിടങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ചില ആൾക്കാരൊക്കെ വീഴുന്നു മരിക്കുക, എന്തെങ്കിലും വിധത്തിലുള്ള ആപത്ത് വരിക, കൈകാലൊടിയുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും തൊഴിലാളികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് വന്നെത്തുമെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഒരു ബേക്കറി കട നടത്തുന്ന ഒരു ആളാണെങ്കിൽ പോലും ഒരു രീതിക്ക് നടത്തുന്ന വ്യക്തിയായിരിക്കും. അവിടെ ഏതെങ്കിലും ഒരു സ്റ്റാഫിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കൈ മുറിഞ്ഞ്, കാല് മുറിച്ച് എന്തെങ്കിലും ഒരു അപകടം പറ്റി അവർക്ക് വേണ്ടിയുള്ള ചികിത്സകളൊക്കെ നോക്കേണ്ട സാഹചര്യങ്ങളൊക്കെയും ഈ 10ാം ഭാവത്തിലെ ഗുളികൻ ചെയ്യും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും തന്നെ പ്രാവർത്തികമാകണമെന്നില്ല. ചില ഗ്രഹങ്ങളുടേതായ ബലം നല്ല രീതിക്കുള്ളത് ഉണ്ടെങ്കിൽ അതിൻ്റേതായ കാഠിന്യം കുറയ്ക്കുമെന്ന്. പ്രശ്നം എന്തായാലും തരും, പക്ഷേ കാഠിന്യത്തെ കുറച്ച് മാറ്റും. അതുപോലെ ഈ മാംസം സംബന്ധപ്പെട്ട ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ്. മത്സ്യം, മാംസങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ, അതായത് ഈ പാക്കേജ് ലെവലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് കയറ്റുമതി പോലെ അല്ലെങ്കിൽ പാർസൽ സർവീസൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അവർക്കൊക്കെയും ഈ 10ലെ ഗുളികൻ വളരെയധികം മികച്ച ഫലമായിരിക്കും നൽകുക. എക്സ്പോർട്ടിംഗ് സംബന്ധപ്പെട്ട രീതിയിൽ
ഉയർന്ന മുന്നേറ്റമായിരിക്കും 10ലെ ഗുളികൻ അവർക്ക് നൽകുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൻ്റെ തുല്യത കണക്കിലെടുക്കാനായിട്ട് പറ്റുന്ന ഒരു പകുതി പകുതി ആയിട്ട് കണക്കാക്കിയെടുക്കാം. ഇല്ല, എന്നാൽ 50% ഉണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. 10ാം ഭാവത്തിൽ ലഗ്നാധിപതിക്ക് ഒപ്പം ആണ് ഈ ഗുളികൻ ഉള്ളതെങ്കിലും, അല്ലെങ്കിൽ ശനിക്കൊപ്പമാണ് ഈ ഗുളികൻ ഉള്ളതെങ്കിലും, ഈ വ്യക്തികൾ അധികമായ രീതിയിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്ത് മാത്രമേ വിജയിക്കാനായിട്ട് കഴിയൂ. അത് ഏതൊരു മതവിഭാഗത്തിലാണെങ്കിൽ പോലും അവരുടേതായ മതവിഭാഗത്തിനനുസൃതമായ രീതിക്ക് പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ മാത്രമാണ് അവർക്ക് ഈ തൊഴിൽപരമായ രീതിയിൽ മുന്നിലേക്ക് പോകാനായിട്ട് കഴിയുക. അതാണ് കർമ്മ, അതായത് തൊഴിലുണ്ടെങ്കിലല്ലേ ധനമുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു ഭാവത്തിലെ ഗുളികൻ എപ്പോഴും നമുക്ക് സമ്പത്തിൻ്റെ രീതിയിൽ വളരെയധികം ഷോർട്ടേജ് ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ 10ൽ ഗുളികൻ ഉണ്ടെങ്കിൽ 100% എല്ലാ വ്യക്തികളും അതിൻ്റേതായ പരിഹാര കർമ്മങ്ങൾ കൃത്യമായ രീതിക്ക് തന്നെ നിരന്തരം ചെയ്തു കൊണ്ടിരുന്നാൽ മാത്രമാണ് അതിൻ്റേതായ കാഠിന്യം, ചീത്തപ്പേരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവായി നല്ല മുന്നേറ്റം ലഭിക്കുക. ലഗ്നത്തിൻ്റെ 11ാം ഭാവം ലാഭസ്ഥാനമാണ്. അപ്പോൾ ലാഭസ്ഥാനമായ ആ ഒരു 11ാം ഭാവത്തിൽ ഗുളികൻ സഞ്ചാരം നടത്തുന്ന ജാതകം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വിജയം ഏതൊരവസ്ഥയിലും അവർക്കുണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെയെങ്കിൽ അത് വളരെയധികം നല്ല ഒരു ഫലമായിട്ടാണ് കണക്കാക്കുക. എത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് മുന്നിലേക്ക് വരാനായിട്ട് പരിശ്രമിക്കുന്നുവോ അത്രത്തോളം അവർക്ക് ഒരു മുന്നേറ്റത്തെ പ്രാപ്തമാക്കി കൊടുക്കും ഈ ഒരു ഗുളികൻ. അതുപോലെ തന്നെ ഇവരുടേതായ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഇവർക്ക് വളരെയധികം അടുത്ത സുഹൃത്ത് ഏതെങ്കിലും വിധത്തിൽ അപകടകരമായ രീതിയിൽ മരണപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളൊക്കെയും ഇവർ തന്നെ കാണേണ്ടതായിട്ട് വരും. അത് ഇവർക്ക് മനോദുഃഖത്തിന് ഇടയാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം. സുഹൃത്തുക്കൾ വഴി നമ്മൾ ഇടപെടുന്ന ഏറ്റവും നല്ല വ്യക്തികൾക്ക് ഇടയിൽ ഇത്തരത്തിലൊരു പ്രശ്നത്തെ അവിടെ നമ്മൾക്ക് കാണേണ്ടി വരുമെങ്കിലും മറ്റുള്ള ഒരു കണക്ക് പ്രകാരം 11ലെ ഗുളികൻ വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക. ലഗ്നത്തിൻ്റെ 12ാം ഭാവത്തിലാണ് ഗുളികൻ്റേതായ സഞ്ചാരം എങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ലഗ്നത്തിൻ്റെ 12ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്ന ജാതകം ഏതെങ്കിലും ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിലുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ വളരെയധികം രോഗാവസ്ഥകളിലൂടെ മാത്രമേ കടന്നുപോയി മരണത്തിലേക്ക് ചെന്നെത്താനായിട്ട് കഴിയുക. പല കുടുംബങ്ങളിലുണ്ടാവും കൈകാൽ ഒടിഞ്ഞു കിടപ്പുണ്ട്, എഴുന്നേൽക്കാൻ വയ്യ, കിടപ്പിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാലം പരിചരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി മരണപ്പെട്ടു പോകുന്ന ആൾക്കാർ പലയിടങ്ങളിലും ഉണ്ട് താനും. അങ്ങനെയെങ്കിൽ ആ കുടുംബത്തിനുള്ളിൽ ആ ഒരു 12ലെ ഗുളികൻ നിൽക്കുന്ന ഒരു ജാതകം ആ കുടുംബത്തിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. ആ ജാതകനെ പ്രോസസ്സ് ചെയ്തില്ല എങ്കിലും കുടുംബത്തിനുള്ളിൽ അത് പ്രോസസ്സ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഗുളികൻ്റേതായ സഞ്ചാരം കൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഇത്തരം രോഗാവസ്ഥകളുള്ള ആൾക്കാർ വളരെയധികം കഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം വരുന്നത്. അപ്പോൾ ഇതിനുള്ള പരിഹാരമായിട്ട് എനിക്ക് പറയാം, 12ലെ ഗുളികൻ്റേതായ പരിഹാരത്തിനായിട്ട് പറയാനായിട്ടുള്ളത് രാമേശ്വരത്ത് പോകുക. ആ ക്ഷേത്ര ദർശനം വർഷത്തിലൊരിക്കലെങ്കിലും നടത്തണം. അതുപോലെ തന്നെ അവിടുത്തെ നാഴിക്കിണർ ജലത്തിൽ നമ്മൾ തീർത്ഥം നീരാടി വരുന്ന ഒരു സാഹചര്യം വേണം. നീരാടി ഭഗവാനെ ദർശിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ 100% നിങ്ങളുടെ കുടുംബത്തിൽ ആ പ്രശ്നങ്ങൾക്ക് വിടുതലുണ്ടാകുമെന്നുള്ളത് 100% ഉറപ്പായിട്ടും പറയാനായിട്ട് കഴിയും. 100% പരിഹാരമുള്ളതാണ് 12ാം ഈ മറയ്ക്കപ്പെടുന്ന രാശിക്കുള്ളിൽ ഗുളികൻ സഞ്ചാരം നടത്തുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ 100% ആ കുടുംബത്തിൻ്റെ നന്മയ്ക്കായിട്ട് അതാത് വ്യക്തികൾ ഈ ഒരു പരിഹാരം ചെയ്യുന്നത് വളരെയധികം ശക്തമായ രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ തീർത്തു തരും. 12 രാശിക്കാർക്കും ഗുളികൻ്റേതായ ഒരു പ്രസൻസ് കുറഞ്ഞു കിട്ടാനായിട്ട്, അതായത് ആ ഒരു ഗുളികൻ്റെ ആ ഒരു ദോഷം നീങ്ങിക്കിട്ടാനായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് മൂകാംബിക ദേവി ക്ഷേത്ര ദർശനം നടത്തുന്ന വേളയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് സൗവർണിക നദി, അതായത് പുണ്യ തീർത്ഥമായിട്ട് കണക്കാക്കപ്പെടുന്ന നദി തന്നെയാണ് സൗവർണിക നദി എന്ന് പറയുന്നത്. സൗവർണിക നദിയിലെ ആ ഒരു മുങ്ങിക്കുളി തന്നെയാണ് നമുക്ക് പരിപൂർണമായ രീതിയിൽ ആ ദുർഗന്ധത്തെയൊക്കെ മാറ്റി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗംഗയിൽ നീരാടുക, അതായത് പുണ്യ നദികൾ എവിടെയുണ്ടോ ആ നദിയിൽ സ്നാനം ചെയ്യുന്നത് വളരെയധികം നമുക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. 12ലെ ഗുളികൻ്റേതായ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു തീർത്ഥമാണ് ഞാൻ അവിടെ നേരത്തെ പറഞ്ഞത്. രാമേശ്വരത്തിലുള്ള തീർത്ഥം നമ്മൾ സ്നാനം ചെയ്യുമ്പോൾ വളരെയധികം നല്ല ഫലത്തെ ചെയ്യും. കേരളത്തിലുള്ള ഒട്ടുമുക്കാലും ആൾക്കാർ മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തുന്നവർ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അവർക്ക് അവിടെ പോകണമെന്നുള്ള ഒരു വിധി അവരുടെ ജാതകത്തിലുണ്ട്. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവർ ആ ക്ഷേത്രം ദർശിക്കുകയും ആ അമ്മയെ വണങ്ങുകയും ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പായ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞത്, മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് പോകുന്നവർ സൗവർണിക നദിയിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷം അമ്മയെ ദർശനം നടത്തുന്നത് വളരെയധികം
നിങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും ഒക്കെ നീക്കി സർവ്വവിധ ആ, പാപമുക്തിയുമൊക്കെ നേടി അമ്മയെ ദർശനം ചെയ്തു വരുന്നത് വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. കാരണം അനുഭവങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ഇതുള്ളത്. കാരണം ഞാനും എൻ്റെ ഒരു അനുഭവത്തിലും ഞാനത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യം എൻ്റെ ജാതകത്തിലും ഉണ്ടല്ലോ ഗുളികൻ്റേതായ സാന്നിധ്യം. അപ്പോൾ ഞാനും അത്തരം പ്രോസസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തിരുച്ചെന്തൂർ പോവുക, ശ്രീ മുരുകനെ വണങ്ങുമ്പോൾ കടലിൽ കുളിക്കുന്നതൊക്കെയും വളരെയധികം നല്ലത്. കടലിൽ കുളിച്ചതിന് ശേഷം ഭഗവാനെ ദർശിക്കുന്നതും വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്നൊരു സാഹചര്യമുണ്ട്. ഇതൊക്കെ തന്നെ ഞാൻ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പോയിട്ട് അതിൻ്റേതായ ഫലവും ഐശ്വര്യവും നമുക്ക് വന്നെത്തുമെന്നുള്ളതാണ്. കഷ്ടതകളിൽ നിന്നും വിടുതൽ കിട്ടും എന്നുള്ളത് മാത്രം. നമുക്കൊരു മനസ്സമാധാനം, ശാന്തിയൊക്കെ ലഭിക്കും. ശേഷം ഏതൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഒരു ആത്മീയമായ ഒരു എനർജി ഫീൽ ചെയ്യുന്നത് നിങ്ങൾ സ്വയം തിരിച്ചറിയുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതാണ് ഗുളികനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതിൻ്റേതായ ജാതക പരിശോധനകളൊക്കെ നടത്തി നിങ്ങൾക്ക് ഗുളികൻ്റേതായ പരിഹാര കർമ്മങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം. ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അതിൻ്റേതായ രീതിക്ക് നമുക്ക് പരിശോധിച്ച് പരിഹാരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ടുള്ള മാർഗ്ഗങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തരാം തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അരികിലുള്ള ആസ്ട്രോളജറെ കാണുക. അവരെ കണ്ടിട്ട് ആ ഒരു പരിഹാരം എന്താണ്, ആ റെമഡീസ് എന്താണെന്ന് അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ടും അവർ പറഞ്ഞു തരും. കാരണം അവർക്കുള്ള അറിവുകളൊക്കെ തന്നെയാണ് എനിക്കും ഉള്ളതെന്നുള്ളതാണ്. അതുകൊണ്ട് ദൂരെ കൊടുത്താൽ മാത്രമേ ജാതക പരിശോധനകളൊക്കെ നടക്കൂ, ദൂരെയുള്ളവർ മാത്രമാണ് മികച്ചത് എന്നുള്ളതല്ല. നമ്മുടെ അരികിൽ തന്നെയുണ്ട് നമ്മുടെ നന്മകളെന്ന് തിരിച്ചറിയുക.